കോന്നി, റാന്നി, അതോടൊപ്പം തന്നെ ആറന്മുള, അടൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ പൂർണ്ണമായിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ എന്തായാലും UDF ഇപ്പോൾ സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 101 എന്ന മാന്ത്രിക സംഖ്യ അല്ലെങ്കിൽ സെഞ്ചുറി കഴിഞ്ഞിരിക്കുന്നു. 101 എത്തുന്നു UDF. എത്തുമ്പോൾ മറുവശത്ത് പിണറായി വിജയൻ വേർക്കുകയാണ്. അവിടെ ഇപ്പോഴും അബ്ദുൾ റഷീദ് തന്നെയാണ് ലീഡ് സണ്ണി ജോസഫ് മുന്നിൽ വരുന്നു. സണ്ണി ജോസഫ് വീണ്ടും തിരിച്ചു വരുന്നു. KK ശൈലജ പിന്നിലേക്ക് പോകുന്നു. 3266 വോട്ടുകൾക്ക് സണ്ണി ജോസഫ് പേരാവൂരിൽ മുന്നിലേക്ക് വരികയാണ്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകരും നേതാക്കളും. കഴിഞ്ഞ ദിവസം തന്നെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ വലിയ പന്തലൊക്കെ ഒരുക്കുന്ന തിരക്കായിരുന്നു നമ്മൾ കണ്ടത്. അതിപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. 101 UDF ലീഡ് ചെയ്യുമ്പോൾ 38 മാത്രം LDF ചുരുങ്ങുന്നു. ഒരിടത്ത് NDA BJP മുന്നിൽ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും പൂർണ്ണമായിട്ടും തൂത്തുവായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലാണ് UDFിൻ്റെ ലീഡ്. വളരെ പെട്ടെന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ഫലം കൂടി നോക്കാം. തിരുവനന്തപുരത്ത് ആകെയുള്ള 14 സീറ്റുകളിൽ 8 LDF, 5 UDF, 1 NDA. കൊല്ലത്ത് 11 സീറ്റുകളിൽ 2 LDF, 9 UDF മുന്നേറുന്നു എന്നുള്ളതാണ് മികച്ച മുന്നേറ്റം UDFിന് കൊല്ലത്തുണ്ട്. പത്തനംതിട്ടയിൽ ആകെയുള്ള 5 സീറ്റുകളിൽ UDF 5 മുന്നേറുന്നു. പത്തനംതിട്ടയിൽ ഇത്തവണ മിന്നും പ്രകടനമാണ് UDFിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിൽ ആകെയുള്ള 9 സീറ്റിൽ 6 UDF മുന്നിട്ട് നിൽക്കുന്നു. 3 LDFിന്റെ മുന്നേറ്റം. എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ 14 സീറ്റുകളിൽ 14 UDFിന്റെ മുന്നേറ്റമാണ്. UDFിന്റെ ഉറച്ച ഒരു ജില്ലയാണ് എറണാകുളമെങ്കിലും 14 ഈ രീതിയിലുള്ള പ്രകടനം ഇതാദ്യമാണ്. കോട്ടയത്ത് 9 സീറ്റുകളിൽ 7 UDF, 2 LDF എന്നിങ്ങനെയാണ് കോട്ടയത്തെ അവസ്ഥ. ഇടുക്കിയിൽ ആകെയുള്ള 5 സീറ്റുകളിൽ 5 UDFിന്റെ മുന്നേറ്റം. UDF തരംഗമെന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലുള്ള പ്രകടനം ഇത് UDFിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ ആകെയുള്ള 13 സീറ്റുകളിൽ UDF 6 7 LDFും ലീഡ് ചെയ്യുന്നതാണ് 4 റൗണ്ടുകൾ പിന്നിടുമ്പോഴുള്ള അവസ്ഥ. പാലക്കാട് ആകെയുള്ള 12 സീറ്റുകളിൽ 5 UDFും 7 LDFും മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. മലപ്പുറത്ത് ആകെയുള്ള 16 സീറ്റുകളിൽ 16 UDFിന്റെ മുന്നേറ്റം. UDF തരംഗമെന്ന് നിസ്സംശയം പറയാം. കാരണം ഇപ്പോൾ സ്കോർ ബോർഡിൽ 101 UDF മുന്നേറുന്നു. 38 LDFിന്റെ മുന്നേറ്റം. 1 നേമത്ത് മാത്രമാണ്. സ്കോർ ബോർഡിൽ 101 UDFിൽ തെളിയുമ്പോൾ അവിടെ പിണറായി വിജയൻ മറുവശത്ത് ധർമ്മടത്ത് പിന്നിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ UDFിനെ സംബന്ധിച്ച ആ ഒരു വിജയം ഏറ്റവും അധികം സന്തോഷകരമാകുന്നതും അതുകൊണ്ടുകൂടി തന്നെയാണ്. ക്യാപ്റ്റൻ ധർമ്മടത്ത് വിയർക്കുകയാണ്. തീർച്ചയായിട്ടും 101 എത്തുമ്പോൾ നിശ്ചയമായും എടുത്തു പറയേണ്ടത് തെക്കൻ കേരളം, മധ്യ കേരളം, വടക്കൻ കേരളം 3 ഇടങ്ങളിൽ 3 മേഖലകൾ തിരിച്ചു പരിശോധിക്കുമ്പോഴും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്തായാലും UDFിന് സാധിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് KPCC ആസ്ഥാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. UDFിന്റെ സ്റ്റാർ ക്യാമ്പയിനറായി നിന്ന ശശി തരൂർ അദ്ദേഹം അവിടെയുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവിടെയുണ്ട്. അങ്ങേയറ്റത്ത് സുധാകരനെ കാണാം. അങ്ങനെ സുരേഷുണ്ട്. എല്ലാ നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ മുഖത്ത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഇതുവരെയുള്ള ഫലസൂചനകളുടെ പ്രതിഫലനം അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം. അതിരറ്റ ആഹ്ലാദത്തിലാണ് നേതാക്കളും പ്രവർത്തകരും. KPCC ഓഫീസിൽ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ലീഡ് 974 തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് മത്സരം അവിടെ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇരവിപുരത്ത് വിഷ്ണു മോഹൻ 2840 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ഇത്തവണ വിഷ്ണു മോഹന് വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വളരെ സജീവമായി രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം UDFിന്റെ യുവനിര ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനെത്തിയതിൻ്റെ പ്രതിഫലനം അവിടെയുണ്ട്. രമേശ് ചെന്നിത്തല 10827 വോട്ടുകൾക്ക് ഹരിപ്പാട് മുന്നിട്ട് നിൽക്കുകയാണ്. എന്തായാലും 4ാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിൽ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറുവശത്ത് 100 എന്ന അത്ഭുത നമ്പറിലേക്ക് UDF എത്തി നിൽക്കുമ്പോഴാണ് ഈ ഒരു പിന്നോട്ടടി എന്നുള്ളത് പറയണം. പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം പിന്നോട്ട് പോവുകയാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മുന്നോട്ട് വരുന്നു. PK ശ്യാമള അവിടെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. അങ്ങനെ പാർട്ടി ഗ്രാമം ഒന്നാകെ LDFിനെ കൈവിടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ വയനാട് 3 ഇടമാണുള്ളത്. അവിടെ 2 UDFിന്റെ ഒരു തേരോട്ടം, 1 മാത്രമാണ് LDF മുന്നേറുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം UDF തൂക്കിയിരിക്കുകയാണ്. മാത്രമല്ല ചില മന്ത്രിമാർ വലിയ ഒരു പോരാട്ടം നടത്തുന്നു എന്ന് പറയുമ്പോഴും നേരിയ മാർജിൻ മാത്രമാണ് ഈ ലീഡ് നിലയിലുള്ളത്. എപ്പോൾ വേണമെങ്കിലും അത് എങ്ങോട്ട് വേണമെങ്കിലും മാറിമറിയാം. ഒരുപക്ഷെ അത് LDFിന് അനുകൂലമാകാം, അതല്ലെങ്കിൽ UDFിന് അനുകൂലമാകും. എന്ത് സംഭവിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത്. സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് AKG സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ സമയം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്നത് പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. നേരത്തെ KPCC ഓഫീസിൽ ആഘോഷ തിമിർപ്പായിരുന്നെങ്കിൽ
ഉത്സവാന്തരീക്ഷമായിരുന്നെങ്കിൽ ശ്മശാന മൂകതയാണ് ഇപ്പോൾ AKG സെന്ററിൽ. കുറച്ച് മാധ്യമ പ്രവർത്തകർ മാത്രമാണ് AKG സെന്ററിന് മുന്നിലുള്ളത്. ദാ ഇപ്പോൾ KPCC ഓഫീസിലേക്ക് നോക്കൂ. രണ്ട് ദൃശ്യങ്ങളും മാറിയും തിരിഞ്ഞും പ്രേക്ഷകർക്ക് ഈ സ്ക്രീനിലൂടെ കാണാവുന്നതാണ്. KPCC ഓഫീസിന് മുന്നിൽ പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. അവർ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. AKG സെന്ററിന് മുന്നിൽ നാമമാത്രമായ മാധ്യമ പ്രവർത്തകർ മാത്രം നിൽക്കുന്ന ഒരു കാഴ്ച. നേതാക്കളില്ല, അണികളില്ല, ആരുമില്ലാത്തൊരവസ്ഥ. നേരത്തെ പറഞ്ഞ വാക്കാണ് ശ്മശാന മൂകത. അവിടെ നിൽക്കുന്നു. ഇതാണ് ജീവിതത്തിൻ്റെയും ഒരു ചിത്രം. ഓരോ ഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതാവസ്ഥകൾ മാറിയും മറിഞ്ഞു വരും. അത് കൃത്യമായ ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഇത്തരം അവസ്ഥകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഭരണത്തിലിരുന്ന 10 വർഷം ചെയ്തതിൻ്റെ തിക്ത ഫലമാണ് ഇപ്പോൾ LDF അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുന്ന കാഴ്ച. അത് എന്തുകൊണ്ടാണെന്ന് ഇരുത്തി ചിന്തിപ്പിക്കണം CPM-നെയും ഇടതുമുന്നണിയെയും. ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 100-ലധികം സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. 2001-നെയും കവച്ചു വയ്ക്കുന്ന ഒരു പ്രകടനം UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. കാൽ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനവുമായി കോൺഗ്രസും UDF-ഉം മുന്നേറുകയാണ്. ധർമ്മടത്ത VP അബ്ദുൾ റഷീദ് 2812 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും പലയിടങ്ങളിൽ LDF വിയർക്കുന്ന കാഴ്ച. ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് അടിപതറുന്ന ഒരു കാഴ്ച. UDF സെഞ്ചുറി അടിച്ച് ആഹ്ലാദത്തിൽ നിൽക്കുകയാണ്. പറഞ്ഞതുപോലെ KPCC ആസ്ഥാനത്ത് ആ ഒരു സന്തോഷം നമ്മൾ കാണുന്നുണ്ട്. മറുവശത്ത് മന്ത്രിമാർ റോഷി അഗസ്റ്റിൻ, വാസവൻ, R ബിന്ദു, ഗണേഷ് കുമാർ അടക്കമുള്ള എല്ലാ മന്ത്രിമാരും തോൽക്കാൻ പോകുന്ന ഒരു കാഴ്ച. P രാജീവ്, ശിവൻകുട്ടി, OR കേളു എന്നിവരൊക്കെ പിന്നിൽ തന്നെയാണ്. എന്തായാലും ശക്തമായ മുന്നേറ്റം UDF കാഴ്ചവെക്കുന്നു. മന്ത്രി MP രാജേഷിന്റെ മണ്ഡലത്തിൽ തൃത്താലയിൽ വലിയ മുന്നേറ്റം VT ബൽറാമിന് ഉണ്ടാക്കാൻ സാധിച്ചു. മാത്രമല്ല അദ്ദേഹം ഏറ്റവും ഒടുവിലായി ഫേസ്ബുക്കിൽ തന്നെ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ കംബാക്ക്, താങ്ക് യു തൃത്താല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ തവണ VTയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. തോക്കുന്നതിന് മുൻപ് തന്നെ, അവസാന വോട്ട് എണ്ണുന്നതിന് മുൻപ് തന്നെ VT പോസ്റ്റ് ഇട്ടിരുന്നു. വിജയിക്ക് ആശംസകൾ. ഇത്തവണ പോസ്റ്റ് നേരത്തെ ഇട്ടിരിക്കുകയാണ്. 5115 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ലീഡ് നില കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഈ 14ഓളം മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുന്ന സമയത്തും മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ മുന്നിട്ട് നിൽക്കുന്നു. ബേപ്പൂർ വളരെ ശക്തമായ ഒരു ഇടത് കോട്ടയാണ്. ആ കോട്ടയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത റൗണ്ടുകളിലൂടെ കഴിയുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കും. UDF തരംഗമാണ്. ആ തരംഗത്തിൽ ആർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ ഇടതുപക്ഷത്ത് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. NDAയുടെ കാര്യം വരികയാണെങ്കിൽ നേരത്തെ 5 സ്ഥലങ്ങളിൽ മുന്നിട്ട് നിന്ന NDA ഇപ്പോൾ ഒരു സ്ഥലത്തേക്കായി ചുരുങ്ങിയിട്ടുണ്ട്. അത് നേമത്താണ്. ആ നേമത്തും ഏതൊക്കെ തലത്തിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇനി മറ്റ് പ്രദേശങ്ങൾ കൂടി BJPക്ക് സ്വാധീനമുള്ള മേഖലകൾ കടന്നുള്ള വോട്ടെണ്ണൽ വരുമ്പോൾ ആ റൗണ്ടുകളിൽ NDAയുടെ നേമത്തെ അവസ്ഥ കൂടി മനസ്സിലാകും. പക്ഷേ ദേശീയ തലത്തിൽ BJPക്ക് ആഹ്ലാദിക്കാനുള്ള വക അങ്ങേയറ്റമുണ്ട്. അവർ ദീർഘനാളായി കാത്തിരുന്ന ബംഗാൾ പിടിക്കാനുള്ള പദ്ധതി പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തി എന്നുള്ളത് ലീഡ് നില വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJPയുടെ ലീഡ് നില കേവല ഭൂരിപക്ഷം ബംഗാളിൽ കടന്നിരിക്കുന്നു. മമതാ ബാനർജി സ്വന്തം മണ്ഡലത്തിൽ പോലും പിന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇങ്ങ് തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ BJP സഖ്യം 2ാം സ്ഥാനത്താണ്. DMK അവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. വിജയുടെ പാർട്ടി 100ഓളം സീറ്റുകളിൽ മുന്നിട്ട് നിന്നുകൊണ്ട് അവിടെ ഒരു അട്ടിമറി ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അതായത് MK സ്റ്റാലിനും മകനും തങ്ങളുടെ മണ്ഡലത്തിൽ പിന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കനത്ത തിരിച്ചടി. ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിലും ഉണ്ടായിരിക്കുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും ഭരണവിരുദ്ധ വികാരം. ബംഗാളിലും സമാനമായ അവസ്ഥ. ബംഗാളിൽ നേട്ടമുണ്ടാക്കിയത് BJP ആണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ആണ് മികച്ച നേട്ടമുണ്ടാക്കിയത്. തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് വിജയും അതുപോലെ BJP, DMK സഖ്യവുമാണ്. അവർ 2ാം സ്ഥാനത്തേക്ക് വന്നു. വിജയ് 1ാം സ്ഥാനത്ത് തുടരുകയാണ്.